കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേട്ട ഒരു വചനഭാഗമാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. മനുഷ്യർക്ക് ബന്ധനം വരുന്നത് പല തരത്തിലുണ്ട്. കോപം സംഗ്രഹിക്കുന്നതിന് ബന്ധനം വരും. മറ്റുള്ളവരോട് ആരെങ്കിലും പ്രതികാരം വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധനം വരും. അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധനം വരും. ആ ബന്ധനം അങ്ങനെ കിടക്കും. ഈ ബന്ധനത്തോടു കൂടി മനുഷ്യൻ മരിക്കണമെന്നാണ് ശത്രുവിന്റെ ആഗ്രഹം. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഈ ബന്ധനം അഴിക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു ഉപവാസത്തിലുള്ള ദൈവത്തിന്റെ പ്രസാദത്തെക്കുറിച്ച് നമ്മൾ വായിച്ചത്. ഇതാകുന്നു എനിക്ക് പ്രസാദമുള്ള ഉപവാസം. എനിക്ക് പ്രസാദം വേണമെങ്കിൽ നീ അന്യായ ബന്ധനങ്ങളായിട്ട് ആദ്യം അഴിക്കണം. എന്താണ് അന്യായ ബന്ധനം? യാക്കോബ് ഒരന്യായം ചെയ്തു. അവൻ അന്യായം ചെയ്തത് സഹോദരൻ വിശന്നു വന്നപ്പോ, എടാ ആ പായസം ഇത്തിരി താ എന്ന് പറഞ്ഞപ്പോ യാക്കോബ് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠാവകാശക്കാരാക്കി ഞാൻ പായസം. ശരിയാണോ? സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പ്രമാണം അനുസരിച്ച് അത് ശരിയാണോ? അല്ല, ചെയ്തത് ന്യായം തന്നെയാണ്. ജ്യേഷ്ഠനത് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയെങ്കിൽ അത് വേറെ കാര്യം, അത് അവനും ദൈവമായിട്ട് നിർത്തുന്നു. പക്ഷെ നീ ചെയ്തത് ന്യായമാണോ? ഇല്ല, അതങ്ങനെ കിടക്കുക. നാളുകൾക്ക് ശേഷം അനുഗ്രഹം പ്രാപിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ജ്യേഷ്ഠൻ ഏശാവ് അനുഗ്രഹം പ്രാപിക്കുമെന്ന് അറിഞ്ഞ് അമ്മയുടെ ഉപദേശത്താൽ പോയി ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വന്ന് അപ്പന് കൊടുത്ത്, അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മുമ്പ് അപ്പൻ ചോദിച്ചു, എൻ്റെ മോനെ നീ ആരാ? കണ്ണു കാണാൻ പാടില്ല, വയസ്സായി, വാർദ്ധക്യത്തിൽ മരണസമയത്തോടെ എടുത്തിരിക്കുക. നീ ആരാണ്? ഞാൻ നിന്റെ മൂത്ത മകൻ ഏശാവ് തന്നെ. ഏശാവാണേ. ശരിയാണോ? അനുഗ്രഹിച്ച് ആ അനുഗ്രഹം അവന് കിട്ടുകയും ചെയ്തു. ശരിയാണോ? അല്ല, സംഗതി തെറ്റ് തന്നെയാണ്. ദൈവം നീതിമാനാണ്. ഏശാവ് അതിന് യോഗ്യനല്ലെങ്കിൽ അത് ദൈവമായിട്ടുള്ള ബന്ധം. യാക്കോബ് ചെയ്തത് ഒരിക്കലും ശരിയല്ല. അത് നമ്മൾ ആരും വാദിക്കുകയും വേണ്ട. എന്നാൽ അവിടെ ഒന്ന് പോയി ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട്. പോയി താൻ വലിയൊരു നിലയിലായി, ദാസിദാസന്മാരായി, ഭാര്യമാരായി, മക്കൾ പ്രായപൂർത്തിയായി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തിരിച്ചു വരിക. ഇത്രയെല്ലാമായി, എനിക്ക് എന്താ കുറവ്? ഇന്ന് ജ്യേഷ്ഠാവകാശം, അപ്പന്റെ അനുഗ്രഹം, ഭൂസ്വത്ത്, മൃഗസമ്പത്ത്, ഭവനസമ്പത്ത്, കുടുംബസ്വത്ത്, പുത്രസമ്പത്ത്, കീർത്തി, സ്വാധീനം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറവുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഉണ്ട്, സന്തോഷപൂർണനാകാൻ ഒരു ശകലം തടസ്സം. എല്ലാം ഉണ്ടെങ്കിലും സന്തോഷപൂർണനാകാൻ സാധിക്കുന്നില്ല. ഇന്ന് അനേകരുടെ ജീവിതം അങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു തൃപ്തിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് അന്യായ ബന്ധനം കിടക്കുന്നു. ജീവിതത്തിൽ വന്ന അന്യായത്തിൽ നിന്ന് ഒരു ബന്ധനം കിടക്കുക, അത് നീങ്ങി പോകണം. അത് നീക്കാൻ ആർക്ക് കഴിയും? ഇന്ന് ഞാൻ അന്യായ ബന്ധനം അഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഴിയുന്നതല്ല അന്യായ ബന്ധനം. അന്യായ ബന്ധനം അഴിക്കുന്നത് അന്യായം ചെയ്തത് ആരോടാണ്? സഹോദരനാണ്. സഹോദരൻ അന്യായം ചെയ്യുന്നതിന് മുമ്പ് അവൻ ആരോട് ദോഷം ചെയ്തു? ദൈവത്തോടാണ്. അപ്പൊ ദൈവവുമായിട്ട് ആദ്യമേ തന്നെ ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഒരു ക്രമീകരണം പ്രാപിക്കണം. അങ്ങനെ ഈ വിഷാദവുമായിട്ട് പോയി കടവ് കടന്നു, എല്ലാവരും കടന്നു. ബാല്യക്കാർ, വേലക്കാർ, ആടുമാടുകൾ, കന്നുകാലികൾ, തൻ്റെ മക്കൾ, ഭാര്യമാർ എല്ലാം കടന്നു. പ്രിയപ്പെട്ട ഭാര്യയും റാഹേലും അവരും കിടന്നു. തനിച്ചായി. അപ്പോഴാണ്
ഒരു ദൈവദൂതൻ വരുന്നത്. ദൈവദൂതൻ ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആ സമയത്ത് അവരോട് മല്ല് പിടിച്ചെന്നാണ്. ദൈവദൂതനെ കണ്ടപ്പോഴേ തന്നെ യഥാർത്ഥത്തിൽ മല്ല് പിടിച്ചതിനെ കുറിച്ച് അതെങ്ങനെയാണ് മല്ല് പിടിച്ചത് എന്ന് നമ്മൾ ഓശയപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. ദൂതനെ കണ്ടപ്പോഴേ തന്നെ സങ്കടം പൊട്ടി. ഇത്രയും കാലം കൊണ്ടു നടന്ന ഞാൻ ഇതെല്ലാം എനിക്കുണ്ടെങ്കിലും അടിസ്ഥാനം ഏതാണ്? അടിസ്ഥാനം ഏതാണ്? അടിസ്ഥാനം അനീതിയാ, അന്യായമാണ്. ഒരിക്കലും ഒരു കുടുംബത്തിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവൻ എത്ര വളർന്നാൽ എന്താ, എത്ര വളർന്നാൽ, അവൻ എത്ര സമ്പന്നനായാൽ എന്താ, അവന്റെ സഹോദരനെ പറ്റിച്ചിട്ടല്ലേ. ഇവിടെ ഉണ്ടായ ഒരു സംഭവം, അവന്റെ സഹോദരൻ അവൻ സഹായിക്കാതെ അവന്റെ സഹോദരന്റെ സ്വത്തും കൂടെ കൂടി കൈവശമാക്കാൻ അവൻ ചെയ്ത തന്ത്രങ്ങൾ ഈ ലോകത്തിൽ നാട്ടുകാർക്ക് അറിയാത്ത ആരുമില്ല. അങ്ങനെ അവൻ സമ്പന്നനായിരിക്കുക. എന്തിനാ കാര്യം? അവന്റെ ഈ ഉയർച്ചയുടെ എല്ലാ അടിസ്ഥാനം ഏതാ? വഞ്ചനയല്ലേ. ഇത് നാട്ടുകാർ പറയുന്നത് അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നീട് ന്യായവിധി വന്നു എന്നുള്ള വേറെ വിഷയം. ഇവിടെ അങ്ങനെയല്ല. നാട്ടുകാർ ആരും പറയുന്നതല്ല വിഷയം. സ്വന്തം മനസാക്ഷിയിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അതാണ് ദൈവഭക്തന്റെ പ്രത്യേകത. അതാണ് എല്ലാവരും പുകഴ്ത്തിയാലും അവൻ പുകഴ്ത്തില്ല. അവന്റെ മനസാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. ഒന്നും ശരിയല്ല യാക്കോബേ, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്തത് ശരിയുമല്ല, നീ കാണുന്ന മുഴുവനും വഞ്ചനയാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ മനസാക്ഷിയുമായിട്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. ആർക്ക് കഴിയും? മക്കൾ പഠിക്കുന്നില്ല, കണ്ണീരൊഴുക്കാൻ കഴിയും. ശരീരത്തിന് സുഖമില്ല, കണ്ണുനീര് വരാൻ കഴിയും. സമ്പത്ത് നഷ്ടപ്പെട്ടു, കണ്ണീര് വരാൻ കഴിയും. ആവശ്യങ്ങൾക്ക് കണ്ണീര് വരാൻ കഴിയും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള അന്യായ നിമിത്തം ദൈവത്തോട് ഒരു ക്രമീകരണം പ്രാപിപ്പാൻ ആരിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരും? ആരിൽ നിന്ന് ഒരു പ്രയാസത്തിന്റെ വാക്ക് വരും? ദൈവം നോക്കിയിരിക്കുന്ന അതാ. ഒരു മനുഷ്യന്റെ കണ്ണുനീർ, എൻ്റെ കണ്ണുനീർ നീ ഒരു തുരുത്തിയിലാക്കി വെക്കണമെന്നാണ്. കണ്ണുനീരൊക്കെ സ്റ്റോക്കുണ്ട്. ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏശാവിന്റെ കണ്ണുനീരുണ്ടാവുമോ? ഇല്ല. അതൊക്കെ വേറെ കണ്ണുനീരാ. തമ്മൂസിനെ കുറിച്ച് നിലവിളിക്കുന്ന കരയുന്ന സ്ത്രീകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ കണ്ണീരുണ്ടാവുമോ? ഇല്ല. കണ്ണുനീര് കാണുമ്പോൾ മനസ്സറിയുന്നത് നമ്മൾ പാട്ടുപാടും. ആ കണ്ണുനീര് കാണുമ്പോൾ തന്നെ ദൈവം അതിന്റെ ഉറവിടം അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇവൻ കരഞ്ഞത്? നോക്കിയപ്പോൾ അവന് സ്വത്ത് സമ്പാദിക്കാനല്ല, അവന്റെ മക്കള് MBBS പാസ്സാകാനല്ല, അവന്റെ ശരീരത്തിന്റെ പുഷ്ടിക്കല്ല, അവൻ ആടുമാടുകൾ കിട്ടാനല്ല. പിന്നെയോ അവൻ ചെയ്ത അന്യായ നിമിത്തമാണ്. പാപം നിമിത്തം ഒരു മനുഷ്യന് സങ്കടവും കണ്ണുനീരും വരണമെങ്കിൽ അവൻ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടവനും ദൈവം മുൻകണ്ടവനുമായിരിക്കണം. കർത്താവിന് സ്തോത്രം. അല്ലാത്തവർക്ക് കണ്ണീര് വരില്ല. അതാ കർത്താവ് ചോദിക്കുന്നത്. സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാ? അറിയണം. ഏത് കണ്ണുനീരിന്റെ ഉറവിടം കണ്ടതിന് ശേഷം മാത്രമേ കർത്താവ് ആ കണ്ണീര് സൂക്ഷിക്കുള്ളൂ. പുലർച്ചെ നേരം എഴുതിട്ടില്ല, മറിയ കല്ലറയ്ക്കൽ കരഞ്ഞോണ്ട് നിൽക്കുക. കല്ലറയ്ക്കകത്ത് ആളില്ല. കല്ലറയ്ക്കകത്തുനിന്ന് ഇരിക്കുന്ന കർത്താവിന്റെ ശരീരവും കാണുന്നില്ല. അപ്പോൾ ഒരാള് വെളുത്തിട്ടില്ല, ഇരുട്ടത് അരണ്ട വെളിച്ചത്ത് നിൽക്കുക. സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാ എന്ന് ആ ആള് ചോദിച്ചു. യജമാനെ, അപ്പൊ തോട്ടക്കാരനാണ്. യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ, എൻ്റെ കർത്താവിനെ നീ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എനിക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. കർത്താവിന് സ്തോത്രം. ആ കണ്ണീര് വീഴുന്നത് എന്തിനാണെന്നറിയാമോ? ആ കണ്ണീര് വീഴുന്നത് ബാങ്കിലടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, തൻ്റെ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയതുകൊണ്ടല്ല. പ്രതീക്ഷിച്ചിരുന്ന കർത്താവില്ല, മരിച്ചു.
പക്ഷേ ഇന്നും മറിയയുടെ ഹൃദയത്തിൽ അവൻ കർത്താവ് തന്നെയാണ്. അവളുടെ കണ്ണുനീര് കണ്ട് നിശ്ചയിച്ചു, മറിയ ഒരു ഭൗതിക കാര്യത്തിനുമല്ല, പിന്നെയോ കർത്താവിൻ നിമിത്തമാണ് അവളുടെ കണ്ണുനീരെന്ന് തെളിയിക്കപ്പെട്ടു. ആ കണ്ണുനീരിന്റെ വില എന്താ? ഓ ഹല്ലേലൂയ, കൃപയ്ക്കായി സ്തോത്രം. ദൈവം നാളെ ഈ സകല കണ്ണുനീരും പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്, ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മനുഷ്യന്റെ ശരീര വിസർജനം പോലെയല്ല കണ്ണുനീരിന് അതിൻ്റെതായ വിലയുണ്ട്. ഓർക്കണം, ഉഴൽച്ച, കണ്ണുനീർ, പിന്നെ ഉഴൽച്ച, കണ്ണുനീർ, ബാക്കി നെടുവീർപ്പ്. 3 കാര്യങ്ങൾ ഓർത്തു കൊള്ളണം. ഞാൻ നെടുവീർപ്പിടുന്നത് അവൻ കേട്ടു. നെടുവീർപ്പിട്ട് കരയുന്നു. ഒരു മനുഷ്യന്റെ നെടുവീർപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത്ര വലുതാണ്. 2 കണ്ണുനീര്, 3 ഉഴൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമില്ലാതെ സകല ജീവിതത്തിൽ കർത്താവിന്റെ നാമനിമിത്തം, കർത്താവ് നിമിത്തം സകലത് മുട്ടി നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല, എന്തായി സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഉഴന്നു നടക്കുകയാണ് ദൈവഭക്തൻ. ഇത് 3 കുറിച്ചു വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമനിമിത്തം ഉഴന്നു നടന്നത് നീ എത്ര ദിവസമെന്ന് ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമനിമിത്തം എത്ര തുള്ളി കണ്ണീർ വന്നിട്ടുണ്ടെന്ന് തുരുത്തിയിലുണ്ട്. എത്ര നെടുവീർപ്പെട്ടെന്ന്. നെടുവീർപ്പ് എങ്ങനെയാ? നെടുവീർപ്പ് തൂക്കമാണ്, തുടർന്നാണ്. ഉഴൽച്ച എണ്ണമാണ്, കണ്ണുനീർ അളവാണ്. 3 കാര്യങ്ങളാണ്. കണ്ണുനീർ, തുരുത്തിന് അളവാണ്, വെള്ളം അളവില. ഉഴൽച്ച, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എണ്ണമാണ്. നെടുവീർപ്പ് തൂക്കമാണ്. ഒരു നെടുവീർപ്പിന്റെ തൂക്കം എത്രയെന്നറിയാമോ? രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് നെടുവീർപ്പിട്ട് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എത്ര നാൾ ഇങ്ങനെയെന്ന്. സ്വർഗം സന്തോഷിക്കാമെന്നുള്ളത് മറന്നു പോകരുത്. നെടുവീർപ്പിട്ട് കരയുമ്പോൾ ആ തൂക്കത്തിൽ, അതിന്റെ തൂക്കം ദൂരമെന്നറിയാവോ? അതിന്റെ തൂക്കം എത്ര ഭയങ്കരമാണ്. അതിന്റെ തൂക്കം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ വെറുതെ ഇരുന്ന് നെടുവീർപ്പിട്ട് കഴിഞ്ഞാൽ അത് പോരാ. എന്റെ മക്കൾ തലതെറിച്ച് കിടക്കുക, അതിന് ഞാൻ നെടുവീർപ്പിട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ശരി, അത് നിന്റെ കാര്യത്തിനാ. എന്നാൽ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ഭക്തന്മാരുടെ നെറ്റിയിൽ മുദ്രയിടാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അവരുടെ നെടുവീർപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. അവരുടെ കണ്ണുനീർ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. അവരുടെ ഉഴൽച്ച ഓടി നടക്കുമ്പോ എവിടെ ചെയ്യും? ഒരു ദിവസം ഉഴന്നു നടന്ന് അവസാനം ദാവീദ് പറഞ്ഞു, ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. ഉഴൽച്ച. എന്നാൽ ദാവീദ് അറിയുന്നില്ല ഇത് ദൈവം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്തൻ ഉഴന്ന് നടക്കുന്നതിന് ജീവിതത്തിൽ ഒരു ഉഴന്ന് നടക്കുന്ന അവസ്ഥയുണ്ട്. അത് കർത്താവ് എണ്ണിക്കൊണ്ടിരിക്കുക. നമുക്കെല്ലാം ഉഴൽച്ചയ്ക്ക് എണ്ണം വിധിച്ചിട്ടുണ്ട്. അത് ഉഴന്ന് നടന്ന് ആ എണ്ണം തികയുമ്പോൾ ഉടയവൻ എഴുന്നേൽക്കും. അന്ന് കർത്താവിന്റെ ഒരു മറുപടിയുണ്ട്. അന്ന് കർത്താവിന്റെ ഒരു സന്ദർശനമുണ്ട്. ആ സന്ദർശനമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് സ്തോത്രം. ഇത് കൃത്രിമമായിട്ട് വരുത്താൻ കഴിയില്ല. ഇത് ദൈവം കണ്ടിട്ടില്ലാത്തവർക്കും മറ്റുള്ളവർക്കും ഇത് പ്രാപിക്കാൻ കഴിയില്ല. കാരണം ശീമോൻ കർത്താവിനെ വിരുന്നിന് ക്ഷണിച്ച് തന്റെ ഭവനത്തിൽ വന്നിരിക്കുമ്പോ ശീമോനോട് കർത്താവ് പറയുന്ന വാക്കാണ്, ശീമോനെ, നിന്റെ വീട്ടിൽ ഞാൻ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ലല്ലോ. തന്നോ? ഇല്ല. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. തൈലം പൂശിയോ? ഇല്ല. തൈലം പൂശിയില്ല. കർത്താവിന്റെ സദനം, ഇവിടെ നോക്ക്, ഞാനിവിടെ വന്നപ്പോൾ മുതൽ
അവളെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകി, തലമുടി കൊണ്ട് തുവർത്തി, തൈലം പൂശി. കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ശിവം വിചാരിച്ചാൽ സാധിക്കുമോ? കണ്ണുനീര് കൊണ്ട് കഴുകാൻ പറ്റുമോ? കാരണം അവളുടെ പാപം ഓർത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകയാൽ ശിമോനെ, നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇവൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇവൾ വളരെ സ്നേഹിച്ചു, അതുകൊണ്ട് ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ വന്നിട്ടുള്ള പാപം നിമിത്തം വന്നിട്ടുള്ള അനീതിയുടെ ബന്ധനങ്ങൾ ഇതാ അഴിഞ്ഞിരിക്കുന്നു. ഓ ഹല്ലേലൂയ! ദൈവസഭയുടെ ബന്ധനം അഴിയട്ടെ, ജനത്തിന്റെ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ ഹല്ലേലൂയ! ദൈവമേ സ്തുതിക്കുന്നു, പിതാവേ സ്തുതിക്കുന്നു. കർത്താവ് ഇടപെടുമാറാകണമേ. കർത്താവേ സ്തോത്രം. ദൂതനെ കണ്ടപ്പോഴേക്കും, ദൂതനെ കണ്ടപ്പോഴേക്കും ഉള്ളിലുണ്ടായിരുന്ന പ്രയാസപ്പെട്ടിരുന്ന ഹൃദയത്തിന്റെ വേദന മുഴുവൻ പൊട്ടിയൊഴുകി. കരഞ്ഞു. നീ കരയുന്ന എന്തിനാ? നിനക്ക് ഇനിയും ഭാര്യമാരെ വേണോ? നിനക്ക് ഇനിയും സ്വത്ത് വേണോ? കന്നുകാലികളെ വേണോ? മൃഗസമ്പത്തോ അല്ലെങ്കിൽ പൊന്നോ വെള്ളിയോ എന്താ വേണ്ടേ? ഒന്നുമല്ല. ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് സന്തോഷമില്ല, എനിക്ക് ആശ്വാസമില്ല. കാരണം ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനം അന്യായമാണ്. എൻ്റെ ജീവിതത്തിൽ അന്യായം കിടക്കുന്നു കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം കർത്താവേ. കണ്ണുനീരൊഴുകയാണ്. ദൂതനൊരു കൽപ്പനയുണ്ട്, നേരം വെളുക്കുന്നത് വരെയും നിനക്ക് അവിടെ നിൽക്കാം. നേരം വെളുക്കുന്നതിന് മുമ്പ് കണ്ണുനീര് തീർന്നാൽ നിനക്ക് തിരിച്ചു പോരാം, നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ നേരം വെളുത്തിട്ടും ഉദിച്ചിട്ടും സൂര്യൻ ഉദിക്കുമ്പോഴും ഇവന്റെ കണ്ണ് തോർന്നിട്ടില്ലെങ്കിൽ അവൻ അനുഗ്രഹിച്ചിട്ടേ നീ പോരാവൂ, അവന്റെ ബന്ധനം അഴിച്ചിട്ടേ പോരാവൂ. കാരണം അതിനാൽ അവന്റെ കണ്ണുനീര് ഏത് വിധമുള്ളതെന്ന് സ്വർഗം തീരുമാനിക്കാൻ പോവാ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് 21 ദിവസമല്ലേ? 21 ദിവസം. കർത്താവ് സ്തോത്രം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതോർത്ത് സന്തോഷിക്കണ്ട. ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നാ പറയണേ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? ഞാൻ കർത്താവിന്റെ നാമത്തിന് വിരോധമായി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പിഴവുകൾ ഇന്ന് എന്നെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. അതഴിക്കണം. ഒരു തുള്ളി കണ്ണുനീർ ഇന്ന് നമ്മുടെ കണ്ണുനീർ തോരാതിരിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഒടുവിൽ പറഞ്ഞു, നേരം വെളുക്കാറായി. ദൂതൻ പറയുകയാണ്, എന്നെ വിടുക. യാക്കോബേ, നീ എന്നെ വിട്, എനിക്ക് പോണം. ഉഷസ്തുതിക്കാറായി. നീ കണ്ടില്ലേ, ഇപ്പൊ നേരം വെളുക്കും. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. എന്റെ കണ്ണുനീര് തോരണമെങ്കിൽ ഈ ബന്ധനം അഴിയണം. എന്റെ ജീവിതത്തിൽ തെറ്റ് വരുന്നിട്ടുണ്ടത്, എന്റെ ജീവിതത്തിൽ കുറ്റങ്ങളുണ്ട്. ദൈവത്തിന് മുമ്പാകെ നീതിമാനാര്? ഞാൻ എന്റെ ദൈവത്തിന്റെ ശ്രദ്ധയിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവനാണെന്ന്. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ വിടുകയില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബന്ധനം അഴിക്കാൻ ഒരു വഴി. നിന്റെ പേരെന്താ? ഓ, ബന്ധനമഴിക്കുന്ന ദൈവം പ്രവർത്തിക്കുക. നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ്. അങ്ങനെയാണോ നീ അപ്പനോട് പറഞ്ഞേ? അങ്ങനെയാണോ? തെറ്റിയില്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് സ്വർഗത്തിന്റെ കൽപ്പനയുണ്ട് നിന്റെ ബന്ധനം അഴിക്കാൻ. നിന്റെ ബന്ധന നിമിത്തമാണ് നീ കണ്ണുനീർ നിന്റേതെങ്കിൽ എന്ന് ഉറപ്പായാൽ നിന്നെ അനുഗ്രഹിക്കാൻ കൽപ്പനയുണ്ടെന്ന്. ബന്ധനം അഴിയട്ടെ, ജനത്തിന്റെ ബന്ധനം അഴിയട്ടെ,
നമ്മുടെ ബന്ധനം ഒഴിയട്ടെ. കർത്താവ് ചോദിച്ചത് കേട്ടല്ലേ? ഇതാണോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? തലയെ വേഴത്തെ പോലെ കുഴി കുഴിക്കുക, ഇരട്ടിലും വെണ്ണീറിലും കിടക്കുക, എങ്ങനെ പായ കൊണ്ട് ജൽപ്പനം ചെയ്യുക? ഇതാണോ ഉപവാസം? അല്ല, അല്ല. അന്യായ ബന്ധനമുണ്ട്, അത് അഴിക്കുക. ആ അന്യായ ബന്ധനം അഴിക്കുക. അഴിക്കാനുള്ള വഴി ഉള്ളവൻ ഇവിടെ ഉണ്ടെന്ന്, അയക്കപ്പെട്ടിട്ടുണ്ടെന്ന്, സഭാവിദ്യ ഉണ്ടെന്ന്, സഭയ്ക്ക് തലയും അടിസ്ഥാനമായിട്ടുള്ളവൻ ഇവിടെ ഉണ്ട്. അഴിക്കും, അടിക്കും. അവരെ വിടരുത്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്റെ കണ്ണുനീര് തോരണമെങ്കിൽ നീ എന്നെ അനുഗ്രഹിച്ചേ മതിയാവും. നീ എന്നെ അനുഗ്രഹിച്ചേ മതിയാവൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമേ, ഞാൻ മുട്ടുകളമടക്കിയ അവസ്ഥ നീ അറിയുന്നു. ഈ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നത് എന്തിന്? ഈ അന്യായ മുഖാന്തരം തല നിവർത്താൻ നിവർത്തിയില്ല, നിവർന്ന് കിടക്കാൻ നിവർത്തിയില്ല. ഭാരം എല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ല. സമൃദ്ധിയായിട്ട് ഭക്ഷണമുണ്ട്, ഭക്ഷിക്കാൻ തൃപ്തിയോടെ ഭക്ഷിക്കാൻ നിവർത്തിയില്ല. ഒന്നിനും 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 ഒരു സ്വസ്ഥതയുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുകയാണ്, വഴിയുണ്ട്, അഴിക്കാൻ വഴിയുണ്ട്. അഴിക്കുന്നവനെ കർത്താവ് അയച്ചിട്ടുണ്ട്. അന്യായ ബന്ധനങ്ങൾ അഴിക്കുവാൻ കർത്താവ് വഴിവെച്ചിട്ടുണ്ട്. നീ വിടാതിരുന്നാൽ മതി, വിടാതിരുന്നാൽ മതി. നിശ്ചയമായിട്ടും അവൻ അനുഗ്രഹിക്കും. അവന്റെ സന്ദർശനം ഉദയം പോലെ നിശ്ചയമുള്ളത്. അവൻ നിശ്ചയമായിട്ട് സന്ദർശിക്കും. അവൻ വിടുവിക്കും. അവന്റെ വിടുതൽ ശാശ്വതവുമായിരിക്കും. കർത്താവ് സ്തോത്രം. എൻ്റെ പേര് യാക്കോബ്. എൻ്റെ പേര് യാക്കോബ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സമ്മതിച്ചു, തെറ്റ് തിരുത്തി. നീ മരിക്കുന്നതിന് മുമ്പ് ഈ വാക്ക് നിന്റെ അധരങ്ങളാൽ ദൈവത്തിന്റെ മുമ്പാകെ പറയാൻ ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ നീ ബന്ധനത്തോടെ ലോകം വിട്ടു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് കരുണ തോന്നി നിന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറവോന് ഞാനിനി അടിമയല്ല, പറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവീരൻ ദൈവമെനിക്കധിപതി, മരുവീരൻ ദൈവമെനിക്കധിപതിയേ.
സിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കർത്താവിന് സ്തോത്രം. ബന്ധനം അഴിഞ്ഞവൻ ഇന്ന് വരെയില്ലാത്ത ഒരടയാളത്തോടു കൂടി വരികയാണ്. എന്താണ്? അവൻ നടക്കാൻ ഇത്രയും നാളും നടന്ന പോലെയല്ല. ലോകം നോക്കുമ്പോൾ അവന് ഒരു മുടന്തുണ്ട്. അവന്റെ തുടയുടെ ഞരമ്പ് ദൂതം തൊട്ടു ഉളുക്കിപ്പോയി. നടക്കുമ്പോൾ ചെറിയൊരു ഉളുക്കുണ്ട്. നടക്കാൻ പഴയതുപോലെ വയ്യ. എല്ലാവരും അവന് എന്തോ ഹീനത ഭവിച്ചിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. അവനോ എൻ്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓ ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവകൃപയ്ക്കായി. ബന്ധനം അഴിഞ്ഞവന്റെ നടപ്പ്, ബന്ധനം അഴിഞ്ഞവന്റെ ജീവിതം, ബന്ധനം അഴിഞ്ഞവന്റെ പ്രവൃത്തി. ഓ അതെത്ര വലുത്. ഈ ഭാരം നീക്കാം. ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ദൈവം വലിയവ ചെയ്യട്ടെ. സർവശക്തനായ ദൈവത്തിന് വലിയവ ചെയ്യുവാൻ കഴിയുമല്ലോ. ഓ ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിക്കാം. നമുക്ക് അവസാനമായിട്ട് പുസ്തകത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ